إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ അൻ-നിസാ 168 169 രണ്ട് വചനങ്ങളുടെ വ്യാഖ്യാനം. ഇന്നല്ലദീന കഫറു, നിശ്ചയമായും അവിശ്വസിച്ചൊരു കൂട്ടർ, വളലമു, അക്രമം പ്രവർത്തിച്ചവർ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾക്ക് നേരെ ഒരുപാട് അക്രമങ്ങൾ അവർ അഴിച്ചുവിട്ടിരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്നും അക്രമങ്ങൾ അഴിച്ചുവിടുന്നു. ലം യകുനില്ലാഹു, അല്ലാഹു ആക്കുകയില്ല, ലിയഗ്ഫിറ ലഹും, അവർക്ക് പുറത്തു കൊടുക്കില്ല, വലാ ലിയഹ്ദിയഹും, അവർക്ക് മാർഗദർശനം മാർഗം കാണിച്ചു കൊടുക്കുകയുമില്ല. ഫരീഖൻ, ഒരു വഴിയിലേക്ക്, ആ സത്യപാതയിലേക്ക് അവർക്കൊരിക്കലും മാർഗം കാണിച്ചു കൊടുക്കില്ല, അവർക്ക് പുറത്തു കൊടുക്കില്ല. കാരണം അവരുടെ ദുശാഠ്യമാണ് അതിന് കാരണം, അക്രമമാണ് കാരണം, ആ കുഫറിൽ തന്നെ അടിയുറച്ചു നിൽക്കുന്നതാണ് അതിന്റെ കാരണം. അത് കൃത്യമായ അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ടതാകൊണ്ട് അള്ളാഹുവിന് അറിയാം അവർ ഏതു രൂപത്തിലാണ് പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് അള്ളാഹു മുൻകൂട്ടി അത് നമുക്ക് അറിയിച്ചു തരുന്നത്. ഇല്ലാ ത്വരീഖ ജഹന്നം, ആ ജഹന്നം എന്ന നരകത്തിലേക്കുള്ള വഴിയല്ലാതെ, ഖാലിദീന ഫീഹാ അബദ, അതിൽ അവർ ശാശ്വതവാസികളായിരിക്കും. സ്വർഗ്ഗത്തിൽ മുഅ്മിനീങ്ങൾ ആ ശാശ്വതവാസികളാകുന്നത് പോലെ അവിശ്വാസികൾ നരകത്തിലും ശാശ്വതവാസികളായിരിക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അവർക്ക് സത്യത്തിന്റെ മാർഗത്തിലേക്കുള്ള വഴിയല്ല അല്ലാഹു തുറന്നു കൊടുക്കുക, ജഹന്നം എന്ന നരകത്തിലേക്കുള്ള വഴിയാണ് തുറന്നു കൊടുക്കുക എന്നാണ് ഈ ആയത്തിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. വകാന ദാലിക, അതാണെങ്കിലോ അലല്ലാഹി യസീറ, അല്ലാഹുവിന്റെ മേൽ വളരെ എളുപ്പമായതാണ്, അല്ലാഹുവിനത് വളരെ എളുപ്പമായ കാര്യമാകുന്നു എന്നാണ് പറയുന്നത്. അതൊരു വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അല്ലെങ്കിൽ ഭരിച്ച കാര്യമൊന്നുമല്ല, വളരെ എളുപ്പമുള്ള കാര്യമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ശിർക്കിലും കുഫ്റിലും ശഠിച്ചു നിൽക്കുന്നവർക്ക് ശക്തമായ താക്കീതാണ് ഈ ഭൂമുഖത്ത് വെച്ചുകൊണ്ട് അല്ലാഹു നൽകുന്നത്. അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. ഇനിയൊരു പരാജയം ഉണ്ടാകാൻ പാടില്ല. ഭാവിയിലേക്ക് കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തണം. ഒന്നും നടത്താതെ തികഞ്ഞ പരാജിതനായി കൊണ്ട് മഹ്ശറിലേക്ക് വരികയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് അല്ലാഹു ഈ രൂപത്തിൽ താക്കീത് നൽകുന്നത് അവന്റെ അപാരമായ കാരുണ്യം കൊണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.